സന്തോഷത്തോടെയാണോ എല്ലാവരും? ഹല്ലേലൂയ. ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഞാൻ ചില മാനസികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി. അതിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിനെ ഓവർകം ചെയ്യാൻ ഏകദേശം ഞാനൊരു 2 days എനിക്ക് സമയമെടുത്തു. ഒരു 2 ദിവസത്തെ സമയം. ഈ 2 ദിവസത്തെ സമയം മെസ്സേജ് പ്രിപ്പറേഷൻ പ്രോപ്പർലി നടന്നിട്ടില്ല. അപ്പോൾ അതിനുശേഷമുള്ള സമയങ്ങൾ പ്രിപ്പറേഷൻ നടന്നിട്ടില്ല. പക്ഷെങ്കിൽ ആ മെസ്സേജ് ദൈവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു വിഷയം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ലോങ് സ്റ്റഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് അതിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷെങ്കിൽ ഞാൻ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ ആ വിഷയത്തിലൂടെ നമ്മളെ കൊണ്ടെത്തിക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ ചെറിയൊരു വചനചിന്തയിലൂടെ ആഗ്രഹിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ ഓവർകം ചെയ്യുവാൻ ദൈവനെ സഹായിച്ചു. ഒരു പരിധിവരെ ഞാൻ പാസ്റ്ററോട് ഷെയർ ചെയ്യണമെന്ന് തന്നെ തോന്നി. പിന്നെ ഞാനത് ഓർത്തു, എനിക്ക് തോന്നുന്നു അന്ന് പാസ്റ്റർ മെസ്സേജ് അയച്ച് എന്തോ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാതെ ഞാൻ തന്നെ എന്നിൽ തന്നെ ഒതുക്കിയത്, ഞാൻ എന്താ പറയുക, ചില സമയങ്ങളിൽ ഞാനൊരു ഓവർ സ്ട്രെസ് എൻ്റെ മേൽ ഉള്ള പോലെ എനിക്കൊരു തോന്നൽ എൻ്റെ മനസ്സിൽ എന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അതിനെ ഓവർകം ചെയ്യാനും ഒക്കെ ഒരു ചെറിയ സമയം എനിക്ക് വേണ്ടി വന്നു. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. കർത്താവിന് ഞാൻ സാറിനോടും പറഞ്ഞത്, ഞാനിവിടെ നിൽക്കാൻ കാരണം എൻ്റെ ക്വാളിഫിക്കേഷൻ അല്ല എന്നെനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് അല്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇതൊന്നുമല്ലാതിരിക്കെ എന്തിനാണ് ഇവിടെ ഒരു എക്സ്ട്രാ ടൈം? ആ ചിന്ത എന്നെ എപ്പോഴും ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ശ്രമിക്കുകയാണ്. അതിന് ആ ഒരു സ്ട്രെസ്സാണ് എൻ്റെ മേൽ കിടക്കുന്നത്. ആ ഒരു സ്ട്രെസ് എൻ്റെ മേൽ കിടപ്പുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കും ഈ സ്ട്രെസ് കൈമാറുകയല്ല, പക്ഷെ നിങ്ങളും ഇവിടെ ആയിരിക്കുന്നതിന് ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. ഇന്ന് മനു ഇവിടെ ആയിരിക്കാൻ കാരണം ആയത് ദൈവമാണ്. അതിന് മുഖാന്തരമായി ഉപയോഗിച്ചത് റോയിച്ചാനെയാണ്. അങ്ങനെയെങ്കിൽ പലരെയും ദൈവത്തിന് ഇവിടേക്ക് കൊണ്ടുവരാനല്ല, ദൈവസഭയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വചനത്തിലേക്ക് കടക്കാം. വളരെ വേഗത്തിൽ നമുക്ക് സംസാരിച്ച് നിർത്താം. നമുക്ക് ഫുഡിൻ്റെ ക്രമീകരണങ്ങളുണ്ട്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കാത്തിരിപ്പ്. ഒരു ജനറൽ ഐഡിയയിൽ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് നമുക്കൊരു പ്രതീക്ഷയുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരിക്കാൻ, എനിക്ക് ഇന്ന സമയത്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ കാത്തിരിപ്പ് ഒരു എൻഡ് പിക്ചർ ഇല്ലാത്തിടത്തോളം കാലം കാത്തിരിക്കാൻ നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു ക്ലിയർ പിക്ചർ ഇല്ലല്ലോ. അല്ലെങ്കിൽ എവിടെ വരെ, ഹൗ ലോങ്, എത്രത്തോളം ഞാൻ കാത്തിരിക്കണം, എത്ര വരെ കാത്തിരിക്കണം. പക്ഷെ ഒരു ടൈം ലൈൻ വന്നാൽ നമുക്ക് മനസ്സിലാവും ഇന്ന ടൈമിൽ ഇത് നടക്കും. ഞാനിപ്പോൾ മോബിച്ചാനോട് പറയാം, മോബിച്ചാൽ നമുക്ക് UK വരെ പോകാം, അടുത്ത മാസം January 10 നമുക്ക് ഒരുമിച്ച് UK പോകാം, ഞാൻ ടിക്കറ്റും വിസയും കാര്യങ്ങളെല്ലാം എടുക്കുമല്ല, ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ. പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ അതിനകത്ത് അങ്ങനെ എഗ്രി ആകുകയാണ്, നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്, നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണ്. നമുക്കറിയാം 10 നമ്മൾ ഇവിടുന്ന് പോകും. എൻഡ് പിക്ചർ നമുക്കുണ്ട്. പക്ഷേ പല വിഷയങ്ങളും നമുക്കിപ്പോഴും നമ്മുടെ മുമ്പിൽ ക്ലിയർ അല്ല. എവിടെ വരെ കാത്തിരിക്കണം, എന്ന് വരെ കാത്തിരിക്കണം, എപ്പോ വരെ കാത്തിരിക്കണം. ഈ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ശത്രുവിന് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സമയമാണ് ഇവിടെ നമ്മുടെ ഹോപ്പിനെ കംപ്ലീറ്റ്ലി ഡ്രെയിൻ ചെയ്ത് കളയുക. ഈ ഹോപ്പിനെ ഡ്രെയിൻ ചെയ്ത് കളയുമ്പോൾ ഈ കാത്തിരിപ്പിൽ നമ്മളെ തന്നെ ലീവ് ചെയ്യും. ഞാൻ കഴിഞ്ഞു, ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഇനി എന്താണെന്ന് വെച്ചാൽ ആ വഴിക്ക് നടക്കട്ടെ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം, അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണാൻ പറ്റും. ആരാണെന്നറിയാം? 2-ാം അധ്യായത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റും. ശിമ്യോൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. ഈ ശിമ്യോൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ശിമ്യോൻ എന്ന വ്യക്തി ഒരു കാത്തിരിപ്പ് നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തിൻ്റെ കാത്തിരിപ്പാണെന്ന് ആ വാക്യം വായിച്ചാൽ മനസ്സിലാവും.
ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന ഒരു ശിമ്യോൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നു, ആ ഇസ്രയേലിന്റെ ഒരു സമാധാനത്തിനായി ഒരു രക്ഷകൻ വരുമെന്നുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേ നാളുകൾ. ഇതിന് എന്ന്, എപ്പോൾ, എങ്ങനെ എന്ന് ക്ലിയർ പിക്ചർ ഇല്ലാത്തൊരു വ്യക്തിയാണ് ശിമ്യോൻ. ഇത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ചിന്തിച്ചു കേട്ടോ. ആ ശിമ്യോന് നമ്മൾ ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. യെരുശലേമിൽ ശിമ്യോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഇസ്രയേലിന്റെ ആശ്വാസത്തിന്. ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? നമ്മുടെ ഇന്റൻഷൻ, കാത്തിരിപ്പിന്റെ ഇന്റൻഷൻ എന്താണ്? നമ്മുടെ കാത്തിരിപ്പിന്റെ ഇന്റൻഷൻ എന്താണ്? ഇവിടെ ശിമ്യോന് വ്യക്തമായി വചനം പറയുന്നു, കാത്തിരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇസ്രയേലിന്റെ ഒരു ആശ്വാസത്തിനായിട്ട് ശിമ്യോൻ കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വാക്യങ്ങൾ വളരെ പ്രയോജനം തരുന്ന വാക്യങ്ങളാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മേലുണ്ടെങ്കിൽ കാത്തിരിക്കുവാനുള്ള ഒരു പുഷ് നമുക്ക് കിട്ടും. ദൈവ സാന്നിധ്യം നമ്മുടെ മേലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം കാത്തിരിക്കാനായി പരിശുദ്ധാത്മാവ് നമ്മളെ ഹേമിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിച്ചിരിക്കണം. ഇന്ന് പകൽ നമ്മളെ കാത്തിരിപ്പിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നഷ്ടമായി പോകരുത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നഷ്ടമായി പോകരുത്. അതിനെ ഗെയിൻ ചെയ്ത് ഈ മനുഷ്യന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. മൂന്ന് ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. ആമേൻ. അവിടെ നിർത്തിക്കോ. മരണം, ശിമ്യോനെ നീ മരണം കാണില്ല. ശിമ്യോനെ നീ മരണം കാണില്ല. എന്ത് കാണും? കർത്താവിന്റെ ക്രിസ്തുവിനെ നീ കാണുന്നതിന് മുമ്പേ മരണം കാണില്ല. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മരണമുണ്ടാകും, പക്ഷെ കർത്താവിന്റെ ക്രിസ്തു എന്ന രക്ഷകനെ നീ കണ്ണോട് കണ്ടിട്ടേ ഈ ലോകത്തിൽ നിന്ന് പോകുള്ളൂ. വാക്തത്വം കിട്ടി എത്ര പേരുണ്ട്? ഹൃദയം നിറഞ്ഞ കൈകൾ ഉയർത്തി പറഞ്ഞില്ലേലും ഹൃദയം നിറഞ്ഞ പറയണ വാക്തത്വങ്ങൾ കിട്ടി എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാക്തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറ, എന്റെ മരണമല്ല, ഞാൻ ആ വാക്തത്വത്തെ കണ്ടിട്ടേ ഇവിടുന്ന് ഞാൻ പോവുകയുള്ളൂ. അത് എന്താണെങ്കിലും, ഫിസിക്കൽ, സ്പിരിച്വൽ, വാട്ട് എവർ യു തിങ്ക്. എന്നാൽ നമ്മുടെ ഇന്റൻഷൻ അത് ഓർമ്മ വെച്ചോണം കേട്ടോ. നമ്മുടെ ഇന്റൻഷൻ, കാത്തിരിപ്പിന്റെ ഇന്റൻഷൻ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ മേലുണ്ടായിരുന്നു. പ്രൊഫസി കിട്ടിയിട്ടുണ്ട്. പ്രൊഫസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരണം കാണത്തില്ല, നീ ക്രിസ്തുവിനെ കണ്ടിട്ടേ നീ മരിക്കൂ. ഇത് മനസ്സിൽ ഉള്ളിടത്തോളം കാലം കാത്തിരിക്കാൻ ആ ഫോഴ്സ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിത് കാണും. ഇനി നെഗറ്റീവ് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർത്തിക്കണം. നമ്മൾ വാ കൊണ്ട് പറയുന്ന നെഗറ്റീവ്, ആ നെഗറ്റീവ് കേൾക്കുന്ന ഒരാളുണ്ട് അടുത്ത് നിന്ന്. ദയവ് ചെയ്ത് ഞാൻ എൻ്റെ കുടുംബ സംഭാഷണത്തിൽ പോലും ഞാൻ പറയാറുണ്ട്, നമ്മൾ കഴിവുള്ളിടത്തോളം ആ നെഗറ്റീവ് പദങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം ഈ വാക്ക് പിടിച്ച് നമ്മളെ വീഴ്ത്തും. നമ്മൾ വാ കൊണ്ട് പറയുക, ഞാൻ എൻ്റെ നന്മകൾ കണ്ടിട്ടേ ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോകത്തുള്ളൂ. വാക്കുകൾ കൊണ്ട് പറയുക, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ആഗ്രഹിച്ച വിഷയം, സ്പിരിച്വലി ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം, ഞാൻ കാണുന്ന വിഷയങ്ങൾ കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. ആമേൻ. അടുത്ത വാക്യം വളരെ വളരെ ഇമ്പോർട്ടന്റ്. അടുത്ത വാക്യം. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. എന്തിന്റെ നിയോഗത്താലായിരുന്നു? ആത്മനിയോഗത്താൽ. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ അവൻ അന്നേ ദിവസം ആലയത്തിലേക്ക് ചെന്നു. എന്തായിരുന്നു വാഗ്ദത്തം? കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ നീ മരണം
അന്ന് ആത്മനിയോഗത്തോടുകൂടി ഈ ശിമ്യോൻ ആലയത്തിലേക്ക് പോയി. നിങ്ങൾക്ക് മനസ്സിലാക്കാം, യഹൂദ ആചാരപ്രകാരം ചെയ്യാനായി അവൻ മോശയുടെ ന്യായപ്രമാണം പൂർത്തീകരിക്കുവാൻ വേണ്ടി, റിച്വൽസുകൾ ചെയ്യുവാൻ വേണ്ടി എത്രയോ ആൾക്കാർ ആലയത്തിലേക്ക് വരുന്നതാണ്, അല്ലേ അനീഷേ? നമുക്ക് എങ്ങനെ ഒരാളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും? ഒരു കുഞ്ഞുമായിട്ട് 8-ാം ദിവസം പരിച്ഛേദന കഴിക്കുവാനായിട്ട് ആലയത്തിലേക്ക് വരുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ആ പ്രൊഫസി കിട്ടിയ ശിമയോൻ അന്നേ ദിവസം ആത്മനിയോഗത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ അന്നേ ദിവസം അവൻ ആലയത്തിലേക്ക് പോയി. അന്നേ ദിവസം, വളരെ ഇമ്പോർട്ടൻ്റ്, അന്നേ ദിവസം ആലയത്തിലേക്ക് പോയി. നിങ്ങൾക്കറിയത്തില്ല എന്നാ ദൈവത്തിന് എൻകൗണ്ടർ വരുന്നത്. അതുകൊണ്ട് ഒരു ആരാധനയെ മിസ് ചെയ്യരുത്. ചിലപ്പോൾ എന്നാണ് ദൈവത്തിന്റെ എൻകൗണ്ടർ നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു സമയം ലേറ്റായി വരുന്ന സമയത്തിന് മുമ്പേ ആ എൻകൗണ്ടർ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മൾ മിസ് ചെയ്യും. തീർച്ചയായും അത് മിസ്സായി പോകും നമുക്ക്. ആ ആത്മനിയോഗത്തിൽ ആലയത്തിലേക്ക് ചെന്നു. ഞാൻ പറഞ്ഞതുപോലെ എത്രയോ കുഞ്ഞുങ്ങൾ അവിടെ റിച്വൽസ് ചെയ്യാൻ വരുന്നുണ്ടാവും, പരിച്ഛേദനകൾക്ക് വേണ്ടി വരുന്നുണ്ടാവും. പക്ഷെ അന്നേ ദിവസം അവൻ ആലയത്തിലേക്ക് ചെന്നിട്ട് അവൻ കണ്ടു ആ ക്രിസ്തുവിനെ. ഹല്ലേലൂയ. അവന്റെ യേശുവിന്റെ മാതാപിതാക്കൾ യോസേഫും മറിയയും അവൻ ആലയത്തിലേക്ക് വരുന്നു. അവൻ ചോദിക്കുക, ആ കുഞ്ഞിനെ എന്റെ കയ്യിലോട്ടൊന്ന് തരാമോ? എങ്ങനെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ കുഞ്ഞിനെ എന്റെ കയ്യിലോട്ടൊന്ന് തരാമോ? ഇത് എവിടുന്ന? ഈ നോളജ് എവിടുന്ന? അന്നേ ദിവസം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ അവൻ കണ്ടു, അത് യേശു ക്രിസ്തു ആണ്, നമ്മുടെ രക്ഷകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആത്മനിയോഗത്തോടെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോടെ നമ്മൾ ഓരോ ദിവസം മുൻപോട്ട് പോക്കോ. കാത്തിരിക്കുവാൻ ഒരു വലിയ ഒരു ഫോഴ്സ് നമ്മളെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കും. കർത്താവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. കർത്താവ് നമ്മളെ നയിച്ചത് കാണുവാൻ നമ്മളെ സഹായിക്കും. കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്നു, ഞാൻ ഈ രക്ഷ കണ്ടുവല്ലോ, ഇനി എന്നെ, അതിന് മുമ്പത്തെ വാക്യത്തിൽ പറയുന്നു, ഇനി എന്നെ സമാധാനത്തോടെ എന്നെ വിട്ടയച്ചാലും. ജീവിതത്തെ നോക്കി ഭാരപ്പെടുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ട്, തീർച്ചയായിട്ടും പല പല സാഹചര്യങ്ങളിൽ. ഈ വചനം ഇന്ന് വാക്തത്വമായി മുറുകെ പിടിച്ചോണം. പരിശുദ്ധാത്മാവിൽ നിങ്ങളെ തന്നെ, എന്നെ തന്നെ നമ്മളെ മുമ്പോട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് മറക്കല്ല്, ദൈവത്തിന്റെ എൻകൗണ്ടറുകൾ മിസ് ചെയ്യരുത്. ടൈം നമുക്ക് വേണ്ടി ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്ന വരത്തില്ല. ആ ടൈമിൽ നമ്മൾ അവിടെ ഉണ്ടാവണം. അവന്റെ ആത്മനിയോഗം, ഇന്ന് ആത്മനിയോഗത്തിലോ ഇന്ന് ആരാധനയ്ക്ക് പോകണ്ട, അല്ലെങ്കിൽ ഇന്ന് ആലയത്തിലേക്ക് പോകണ്ട, ഇന്ന് ക്ഷീണം വേണ്ട. ഞാൻ ഇവിടെ ഒന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ അതിവിശുദ്ധനായി കാണരുത്. ഞാൻ അതല്ല, അങ്ങനെ അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു എൻകൗണ്ടർ നിങ്ങൾ ചിലപ്പോൾ മിസ് ചെയ്തിരിക്കും. നിങ്ങളോട് ദൈവം സംസാരിക്കുവാൻ ഉദ്ദേശിച്ച സമയവും സ്പോട്ടും അതായിരുന്നിരിക്കാം. അന്ന് നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധം അവിടെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാതെ പോയൊരു വിഷയം, അല്ലെ ദൈവം നിങ്ങളോട് വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിരുന്ന വിഷയം നിങ്ങൾക്ക് നഷ്ടമായി പോകും, എനിക്ക് നഷ്ടമായി പോകും. കർത്താവിലേക്ക് ആത്മനിയോഗത്തോടെ ശിമിയോൻ ചെന്നു. അവൻ കുഞ്ഞിനെ കണ്ടു, അതാണെന്ന് പരിശുദ്ധാത്മാവ് അവനെ നിയോഗിച്ചു. അവൻ കുഞ്ഞിനെ കൈകളിലെടുത്തു, പ്രാർത്ഥിച്ചു, ഇനി എന്നെ വിട്ടോ. കർത്താവ് നമ്മളെ നടത്തും. കാത്തിരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. എന്തിനായി കാത്തിരിപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശക്തീകരിക്കുക എന്നുള്ള ഒരൊറ്റ പർപ്പസേ ഉള്ളൂ. കാത്തിരിപ്പിന്റെ ഒറ്റയൊരു പർപ്പസേ ഉള്ളൂ ദൈവത്തിന്, നമ്മളെ ശക്തീകരിക്കുക. യെശയ്യാ പ്രവാചകൻ പറയുന്നു, എന്താ പറയുന്നേ? ഞാൻ ആ വാക്യം ഉദ്ദേശിച്ചു. യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. നിങ്ങളെ ശക്തീകരിക്കുക എന്നുള്ള നിങ്ങളെ വീഴ്ത്തുക എന്നുള്ള പർപ്പസ് അല്ല അതിന്റെ പിന്നിൽ. നിങ്ങളെ ശക്തീകരിച്ച് പുതിയ ഒരു പാത്രമാക്കി നിങ്ങളെ മാറ്റുക എന്നുള്ള ഒറ്റ പർപ്പസാണ്. നിങ്ങൾ ഇന്നലെ രാത്രിയിലും സ്ത്രീകളുടെ ഇമ്പോർട്ടൻസ് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്ട്രെസ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഒരു ലോഡ് എവിടേക്കോ വന്നു പോകുന്നോ, അല്ലെങ്കിൽ ഞാൻ മീറ്റപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഉള്ളൊരു സ്ട്രെസ് എന്നെ, ഒരു ഫോഴ്സ് എന്നിലുണ്ട്. അപ്പം അതിന് ഒരു സ്ട്രെസ് ആ ദിവസങ്ങളിൽ ഞാൻ ഫേസ് ചെയ്തായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ആലയം വിടാതെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, കാത്തിരിക്കുന്ന. അവിടെ പ്രത്യേകിച്ച് പറഞ്ഞില്ല എന്തിനാണ് കാത്തിരുന്നത്.
ഏകദേശം 100 വയസ്സിന് മേളിലുള്ള 84 വർഷം വിധവയായി കഴിഞ്ഞ, 7 വർഷം മാത്രം ഭർത്താവിന്റെ കൂടെ താമസിച്ച, ഏകദേശം കണക്ക് കൂട്ടി നോക്കിയ ഒരു 100-ന് മേളിൽ വയസ്സുള്ള ഒരു സ്ത്രീ അന്ന, പ്രവാചകിയായ അന്ന, ആദ്യത്തെ ന്യൂ ടെസ്റ്റ്മെന്റിൽ ആദ്യം കാണുന്ന പ്രവാചകി, ആലയം വിടാതെ ഉപവാസവും പ്രാർത്ഥനയുമായി ആലയത്തിൽ തന്നെ കൂടി. അന്ന് ആ ആലയങ്ങൾക്ക് പല പല മുറികൾ ഉണ്ടായിരുന്നു, അവിടെ താമസിക്കുവാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 84 വർഷം മിനിമം ഈ സ്ത്രീ എന്ത് ചെയ്യുമെന്നറിയോ? എപ്പോഴും ആലയത്തിൽ പ്രാർത്ഥനാ ഉപവാസം. കാത്തിരിപ്പിന്റെ ഒരു വാക്കായിരുന്നു, ഞാൻ ക്രിസ്തുവിനെയും കാണും. ശിമിയോൻ കയ്യിലെടുത്ത് യേശുവിനെ വാഴ്ത്തുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ സ്തോത്രം ചെയ്യുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ആ പ്രിയ അന്ന എന്ന പ്രവാചകയും കൂടെ ചേർന്ന് പറയുന്നു. അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന് എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. നിങ്ങൾക്കും ഒരു ശുശ്രൂഷ ദൈവം തന്നിരിക്കുക. നിങ്ങൾക്കും ഒരു ശുശ്രൂഷ, നിങ്ങൾ എന്നുദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവർക്കും ഈക്വലി ശുശ്രൂഷകൾ ദൈവം തന്നിരിക്കുക. ശിമിയോൻ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇവളും കൂടെ നിന്ന് പറഞ്ഞു, ഞാനും ഇതിനു വേണ്ടിയിട്ടാണ് കാത്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിലെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്ക് മുമ്പിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ അനന്തമില്ലാത്ത പ്രതികൂലങ്ങൾ, ഞാനും ചില സമയങ്ങളിൽ എൻ്റെ ഈ ഒരു പ്രതികൂലം പാസ്റ്റ് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ജോബിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ എൻ്റെ റൂമിൽ ഇന്ന് ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ടായിരുന്നു ജീവിതം ഓടിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും, ആ മാസത്തെ സംഭവം വരും, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, എന്നിട്ട് അടുത്ത മാസം വരുമ്പോൾ ഈ വാരോട്ട് വീണ്ടും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും. ഈ റോൾ ഇങ്ങനെ എന്ന് കർത്താവ് ഇതൊന്നും തീരാൻ പോകും. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ വീട് പണിയുന്ന ഇതൊന്നും എന്നെ കൊണ്ട് നടക്കത്തില്ലായിരുന്നു. അപ്പം എനിക്ക് ആ ഫോഴ്സ് ഇത് എനിക്ക് തോന്നുന്നില്ല സെറിന് അത്രയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം എനിക്ക് എങ്ങനെ ഇവിടെ നിൽക്കാനുള്ള യാതൊരു റൈറ്റും ഇല്ലാതിരിക്കുമ്പോൾ ദൈവം എനിക്ക് ഈ റൈറ്റുകളെല്ലാം തരുമ്പോൾ, എന്താണ് നിനക്ക് ഇവിടെ നിൽക്കാനുള്ള യോഗ്യത, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമായിരുന്നു എന്നോട് ദൈവം ചോദിച്ചത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ പിന്നിൽ ഓടുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിയുടെ ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. മനു പറഞ്ഞു, മനു ഒത്തിരി പേരെ സഹായിക്കാറുണ്ടായിരുന്നു. ദൈവപ്രവൃത്തികളാണ്, ദൈവിക പ്രവൃത്തികൾ താൻ തൻ്റെ ജീവിതത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയുന്നു, ആ സ്ത്രീ അന്ന ഒരു പ്രവാചകയായിരുന്നു. 84 വായിച്ചാൽ മനസ്സിലാകും. 84 വർഷം വിധവ. 7 നിങ്ങൾ ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നില്ല, ഉണ്ട് എന്ന് പറഞ്ഞാത്തത് കൊണ്ട് ഇല്ല. ഓക്കെ, പറഞ്ഞായിരുന്നു, ആദ്യമേ പറഞ്ഞു. 84 വർഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്ത് ഹോപ്പ, എന്താലയം, എന്ത് പരിശുദ്ധാത്മാവ്. ജീവിതം കഴിഞ്ഞെന്നേ. 7 വർഷം മാത്രമേ കുടുംബത്തിൽ ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇനി അങ്ങോട്ട് എന്തുവാ? 84 വർഷം എന്തായിരുന്നു ഡ്രൈവിംഗ് ഫോഴ്സ്? ഈ 84 വർഷം ആലയത്തിൽ പോവുകയും വരികയും അല്ല, അവിടെ തന്നെ നിന്ന്, അവിടെ തന്നെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും. അന്ന് യേശു കർത്താവ് കടന്നു വരുന്ന കുഞ്ഞുമായി 8-ാം ദിവസം കടന്നു വരുമ്പോൾ ഇവളും പ്രാർത്ഥിക്കാൻ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞത് എൻകൗണ്ടർ മിസ് ചെയ്യരുത്. ഇനിയും ചിലപ്പോൾ ഈ അവസരം കിട്ടിയെന്ന് വരത്തില്ല. ഒരു 100 തവണയൊന്നും നമ്മളോട് അത് വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് അല്ലേ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു പ്രത്യാശയുടെ വാക്ക് പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കാം. ഞാൻ എഴുതി വെച്ചതൊന്നും പറയുന്നില്ല. ഞാൻ അവസാനമൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആമേൻ. നമുക്ക് കാത്തിരിക്കാൻ വകയുണ്ട്. കാരണം നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കും. നമുക്ക് കാത്തിരിക്കാൻ. ഞാൻ നോർമലി ഈ ബുക്ക് എഴുതി വെക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് വരാറില്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ലാസ്റ്റ് ഇത് പറയേണ്ടതായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പല സമയത്തും അത് സംഭവിക്കാറുണ്ട്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അവൻ കല്ലറകളിൽ ഒതുങ്ങിയിട്ടില്ല. മരണത്തെ ജയിച്ച് അവൻ നമുക്ക് കാത്തിരിക്കാൻ വകയുണ്ടെന്ന് നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ യേശു കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ പ്രതിസന്ധികളല്ല ജീവിക്കുന്നത്, നമ്മുടെ പ്രതിസന്ധികൾക്ക് മുകളിൽ നമ്മുടെ യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. കാത്തിരിപ്പോടെ പ്രാർത്ഥനയോടെ നമ്മുടെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവോളം
പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് നമ്മൾ ആ എൻഡ് പോയിന്റ് വരെ എത്താം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. യുവജനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ പാടിയ പാട്ടിൻ്റെ വരികളുടെ ഒരു വരികളിലൂടെ മാത്രം പാടി നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു പോകാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ പാട്ടിലൂടെ പറയുന്നത്, ആ കൃപാകടലെ അങ്ങയുടെ തീരത്ത് ഞങ്ങൾക്ക് അങ്ങയുടെ കൃപകൾ ആവശ്യമാണ്. അറിയാം, പല വ്യക്തികളും വേദനയോടെയും പ്രയാസത്തോടെയും ജീവിതത്തിൻ്റെ ഉത്തരങ്ങളില്ലാതെയുമായിരിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് എന്ന് പറയുന്നു, പ്രത്യാശയില്ലാതെ ഈ റൂം വിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത്, ഈ ആലയം വിട്ട് ഇറങ്ങിപ്പോകരുത്. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സകല ആശ്വാസവും നൽകുന്ന കർത്താവാണ്, സമാധാനം നൽകുന്ന കർത്താവാണ് അവൻ. ഞാൻ വീണ്ടും വരും, ഞാൻ ജീവിക്കുന്നു. ഈ പ്രത്യാശയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയേണ്ടത്. അവൻ നമ്മുടെ പ്രതിസന്ധികൾക്ക് മുകളിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുള്ള ബോധ്യത്തോടെ ആ വാരികൾ ഒരു പ്രാവശ്യം കൂടെ പാടി നമുക്ക് പ്രാർത്ഥനയോടെ മടങ്ങിപ്പോകാം. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ, കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ മടങ്ങുകിൽ നീ വീടും നീ ഞാൻ, മടങ്ങുകിൽ നീ വിടും നീ, പ്രവാഹമന്മേൽ നിൻ പ്രവാഹമന്മേൽ നിൻ പ്രവാഹമന്മേൽ ഒഴുകാതിരുന്നാൽ, പ്രവാഹമന്മേൽ നിൻ പ്രവാഹമന്മേൽ നിൻ പ്രവാഹമന്മേൽ ഒഴുകാ. ഓ കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ. പ്രത്യാശയോടെ പാടണം. ആമേൻ. പ്രത്യാശയോടെ പാടണം, പ്രത്യാശയോടെ പാടണം. കർത്താവിന്റെ കൃപയാണ് നമുക്ക് ആവശ്യം. അവനെ ഈ ജീവിതം നമുക്ക് അവസാനിപ്പിക്കണമെങ്കിൽ, ഓടി അവസാനിപ്പിക്കണമെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ട് പറ്റത്തില്ല എന്ന് നമ്മൾ ബോധ്യം വരണം. എൻ്റെ കഴിവുകൾക്ക് മുകളിൽ കർത്താവിന്റെ രക്തം നമ്മുടെ മേലുണ്ട്. ആ കഴിവുകളിലൂടെ, ആ കൃപയിലൂടെ മാത്രമേ പുറത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ, ആ ഓട്ടം തികയ്ക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ആ വരികൾ ചേർന്ന് പാടാം. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ, കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ, ഓ മടങ്ങുകിൽ നീ, ഓ മടങ്ങുകിൽ നീ വീടും, ഓ പ്രവാഹമന്മേൽ നിൻ പ്രവാഹമന്മേൽ നിൻ പ്രവാഹമന്മേൽ ഒഴുകാതിരുന്നാൽ, പ്രവാഹമന്മേൽ നിൻ പ്രവാഹ